വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് കോയമ്പത്തൂരിലോട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. സോ നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറയുന്നത് കുതിരാൻ ടണലിന്റെ ഫ്രണ്ടിൽ നിന്നാണ്. സോ നമുക്ക് പുറകിൽ കാണാം കുതിരാൻ ടണൽ. കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടണലാണിത്. സോ നമുക്ക് അതിനകത്തോട് പോകുന്ന വിഷ്വൽസിൽ നിന്ന് തുടങ്ങാം. സോ ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടയാർ ആനന്ദഭവനിലോട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ആൻഡ് ദേ ഹാവ് എ വൈഡ് വെറൈറ്റി ഓഫ് സ്വീറ്റ് സെക്ഷൻസ് ടു. സോ 2-3 ഡിഷസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ വെയിറ്റിംഗ് ഫോർ ദ ഡിഷസ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഐറ്റംസ് ഒന്നും ഇവിടെ ഇപ്പൊ ഇല്ല, എല്ലാം ഉച്ചയാവും എന്നാ പറയുന്നത്. ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുള്ള നോർമൽ നമ്മുടെ പൂരി, ഉപ്മ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഈ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് ഇപ്പൊ കഴിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഉപ്മ, നമ്മുടെ ഭാഷയിൽ ഉപ്മ, അവർക്ക് കിച്ചടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു വടയും കൂടെ വരാനുണ്ട്. പിന്നെ നമ്മൾ 2 പൂരി ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. വേറെ കുറച്ച് ഐറ്റംസ് ദോശയൊക്കെ പറഞ്ഞു, അതൊന്നും ഇപ്പൊ ഈ ടൈം ഔട്ട് ആയി അവർ പറഞ്ഞത് അവൈലബിൾ അല്ല. പിന്നെ ബദാം മിൽക്കൊക്കെ ഉച്ച സമയത്തേ ഉള്ളൂ. ഉപ്മ നമ്മുടെ നാട്ടിലെ പോലത്തെ ഉപ്മ ഒന്നുമല്ല, കുറച്ച് മസാലയൊക്കെ ഉള്ള സ്പൈസി ഉപ്മയാണ്. സ്പൈസി ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എനിക്കിഷ്ടമായി. ടേസ്റ്റിയാണ്. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വട സെർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വട എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ്. സോ നമുക്ക് 2 ചട്നി വരുന്നുണ്ട്, ഒരു തേങ്ങ ചട്നിയും വരുന്നുണ്ട്, പിന്നെ ടൊമാറ്റോ വരുന്നുണ്ട്. നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരിയാണ്. അപ്പൊ ഫ്ലഫി പൂരി നമുക്ക് ഇങ്ങനെ ഒരു ബോൾ ഉണ്ട്. കാണുന്ന പോലെ തന്നെ അടിപൊളി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അധികം ഓയിലൊന്നും പിടിക്കാതെ. സോ ഗൈസ്, നമ്മൾ 3 കോഫിയും കൂടെ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കോയമ്പത്തൂർ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആദ്യം പോകുന്നത് ബ്രൂക്ക്ഫീൽഡ് മാളിലാണ്. സോ ഇതൊരു ഭയങ്കര വലിയൊരു മാൾ ആണ്. സോ അതിനകത്തോട്ട് പോകുന്ന ചെറിയ ചെറിയ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അങ്ങനെ മോളിലൊക്കെ പോയി നമ്മൾ സ്റ്റേയിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ശ്രീമുരുകൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. ബുക്കിംഗ് ആപ്സിൽ നല്ല റിവ്യൂ കണ്ടിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. സോ ഇറ്റ് വാസ് എ ഗുഡ് സ്റ്റേ ആക്ച്വലി. സോ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ദ ഫേമസ് വളർമതി മെസ്സിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കോയമ്പത്തൂരിന്റെ ഓൾ ടൈം ഫേമസ് റെസ്റ്റോറന്റ് ആയ വളർമതി മെസ്സിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇവരുടെ ഡെലിക്കസി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി, പിന്നെ ചിക്കൻ പള്ളിപ്പാളയം, പിന്നെ പൊറോട്ട, ആ 3 ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഫുഡ് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഡിഷ് നമ്മുടെ മട്ടൺ ബിരിയാണി. സോ നമുക്ക് ടേസ്റ്റ് ചെയ്തു. നല്ല ചൂടുണ്ട് മട്ടൺ ബിരിയാണി.
ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പള്ളിപ്പാളയം ചിക്കൻ. ബിരിയാണിയുടെ കൂടെ നിൽക്കുന്ന സൈഡ്സ് സാലഡ് ഉണ്ട്, പിന്നെ റവ കേസരി ഉണ്ട്, പിന്നെ 2 ഗ്രേവി ഉണ്ട്, ഗ്രേവി ഐറ്റംസ്, പിന്നെ പൊറോട്ടയും അതിന്റെ കൂടെ പള്ളിപ്പാളയം. ബിരിയാണി മട്ടനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റൈസ് എല്ലാം വിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിലാണ്. അങ്ങനെ എന്താ ഓവർ കുക്കൊന്നുമല്ല, പക്ഷെ മീറ്റ് കുക്ക് പെർഫെക്റ്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് പള്ളിപ്പാളയം ഒന്ന് കഴിച്ചോളൂ. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള പൊറോട്ടയാണ്. അതിന്റെ കൂടെ 2 സൈഡ്സ്, ഒരു ചിക്കൻ ഗ്രേവി ഉണ്ട്, ഒരു നാട്ടുകോഴി ഗ്രേവി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പൊറോട്ടയും പള്ളിപ്പാളയം ചിക്കനും ഒന്ന് കഴിച്ചു നോക്കാം. ഈ പള്ളിപ്പാളയം ചിക്കനിൽ കോക്കനട്ടിന്റെ മിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 65 കൂട്ടില്ലേ? അത് നമുക്കിങ്ങനെ സാധാ ഇവിടെ മാത്രം കിട്ടുന്ന അങ്ങനെ ഒരു ഫീൽ വരത്തില്ല കഴിച്ചു കഴിയുമ്പോൾ. ഇതൊരു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ നമ്മളൊരു ചിക്കൻ റോസ്റ്റ് അതിന്റെ പോലത്തെ ഒരു വൈബാണ് നമുക്ക് കഴിയുന്നത്. നമ്മുടെ മട്ടൺ മീറ്റ് ബോൾസാണ്. മട്ടൺ കീമ ബോൾ. ഇത് നമ്മുടെ മീറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഐറ്റമാണ് വിത്ത് സ്പൈസസ്. നല്ല ചൂടാണ്. പിന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അകത്ത് കംപ്ലീറ്റ്ലി മീറ്റാണ്, പൊട്ടറ്റോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്കൊരു മീറ്റി ടേസ്റ്റ് കിട്ടും. ആവറേജ്, നമുക്ക് മസ്റ്റ് ട്രൈ എന്നൊന്നും എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല. മീറ്റ് ബോൾസ് നല്ലതാണ്. മീറ്റ് ബോൾസ് മീറ്റ് ബോൾസ് കഴിക്കാം. ഒരു പീസ് ഒരാൾക്ക് കഴിക്കുന്നത് വേർത്തായിരിക്കും. പിന്നെ നമ്മുടെ പൊറോട്ട ഫ്ലേക്കി പൊറോട്ട ആയിരിക്കും. ബിരിയാണിയൊക്കെ ഒരു എബോ ആവറേജ് അത്രേ ഉള്ളൂ. പിന്നെ ഇനിയൊരു ഗോലി സോഡയിൽ നമുക്ക് അവസാനിക്കും. നമ്മളൊന്ന് കഴിച്ചതിനകത്ത് എനിക്ക് ഈ ബിരിയാണിയെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ എൻഎംആറിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടിയുള്ളൂ. ഇവിടെ വന്നിട്ട് വലിയ സ്പെഷ്യലായിട്ട് പറയാനായിട്ട് ഒന്നും തോന്നിയില്ല. നമ്മുടെ റൗത്തർ ബിരിയാണി കഴിക്കുന്ന ഒരു ഫീല്, പാലക്കാട് കിട്ടുന്ന ആ ഒരു ഫീല് ഇവിടെയും കിട്ടിയുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഒരു ഫീല് ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ. കാരണം കൂടുതലും തേങ്ങയാണ് കൂടുതലും കിട്ടിയത്. If you come, just try. നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കമന്റ് ഷെയർ ചെയ്യും. ഇത് പനീർ, പനീറല്ലേ? ഇത് ലൈമല്ല, ഇത് പനീറാണ്. കോംപ്ലിമെന്ററി ആയിട്ട് അവരുടെ റവ കേസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലതായിരുന്നു. അധികം സ്വീറ്റ് ഒന്നും അല്ല, എന്നാൽ ഈ ഒരു ടേസ്റ്റ് ഒക്കെ ഉള്ള, നമുക്ക് നാട്ടില് എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു റവ കേസരിയാണ് ഇവിടുന്ന് കഴിച്ചത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി റൂമിലോട്ട് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് പോവുകയാണ്. നമ്മൾ ജെയിൻ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. ബട്ട് ദെൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് വണ്ടി ഒന്നും നിർത്താൻ പറ്റിയില്ല. നെക്സ്റ്റ് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള GD കാർ മ്യൂസിയത്തിലോട്ട് നമ്മൾ പോവുകയാണ്. സോ നമുക്കിവിടെ ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം. സോ ദീസ് ആർ ദ പ്രൈസിങ്. നമുക്ക് പോസ് ചെയ്തിട്ട് കാണാം. ആൻഡ് നമ്മൾ ടിക്കറ്റ് എടുത്തു. 1 പേഴ്സണ് നമ്മൾ 125 റുപ്പീസ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മെക്കാനിക്കലി മൂവ് ചെയ്യുന്ന ബോളും പിന്നെ ഈ ഒരു സ്റ്റാച്യു നമുക്ക് കാണാൻ പറ്റും.
നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇഷ ഫൗണ്ടേഷനിലോട്ടാണ്. ദ വേൾഡ് ഫേമസ് ആദിയോഗി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ നമ്മൾ നൈറ്റ് ടൈമാണ് പോകുന്നത്. സോ ദാറ്റ് അവിടുത്തെ ലേസർ ഷോ നമുക്കൊന്ന് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അവിടെ ചെന്നപ്പോൾ അതൊരു വേറെ ഒരു വേൾഡ് പോലെ തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ് ടു വാച്ച് ദാറ്റ്. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was. നമ്മളിത്ര ലേറ്റായിട്ട് പോയത് തന്നെ ഈ മെസ്മറൈസിങ് ആയിട്ടുള്ള ഈ സ്റ്റാച്യൂവും അതേപോലെ തന്നെ അതിൻ്റെ ആ ലേസർ ഷോയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇഫ് യു ആർ വിസിറ്റിംഗ് കോയമ്പത്തൂർ, പ്ലീസ് ഡു വിസിറ്റ് ദിസ്. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും ഒരു 100 times മോർ മെസ്മറൈസിങ് ആണ്. സോ പ്ലീസ് ഡു വിസിറ്റ്. ആഫ്റ്റർ സ്പെൻഡിങ് ബ്യൂട്ടിഫുൾ ടൈം ഇൻ ആദിയോഗി നമ്മൾ തിരിച്ച് കോയമ്പത്തൂർ ടൗണിലോട്ട് പോവുകയാണ്. നമ്മളുടെ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ അന്നപൂർണ റെസ്റ്റോറൻറ്റിലോട്ട് വന്നിരിക്കുകയാണ്. സോ ലേറ്റ് ആയതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടുത്തെ വെച്ച്. ഡേ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് ഗണേശ ഐഡലിനെ വിസിറ്റ് ചെയ്താണ്. ഇത് ഏഷ്യാസ് ലാർജസ്റ്റ് ഗണേശ ഐഡലാണിത്. Please do visit here. You will be surprised a lot. നെക്സ്റ്റ് നമ്മുടെ ബ്രഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ഹരിഭവനിലോട്ട് വന്നിരിക്കുകയാണ്. റിവ്യൂസിൽ നല്ല റേറ്റിംഗ് ഉണ്ടായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് കുറച്ച് ഹൈ ആയിട്ട് തോന്നിയ ഐറ്റംസിൻ്റെ എല്ലാം. ഇനി കോയമ്പത്തൂരിൻ്റെ കുറച്ച് സൈറ്റ് സീനൊക്കെ കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് മധുരൈ ഫേമസ് ജിഗർദണ്ഡയാണ്. സോ ഇവിടം വരെ വന്നിട്ട് ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് ലോസ്. ഇറ്റ് ടേസ്റ്റഡ് സോ ഫ്രഷ് ആൻഡ് സോ കൂൾ ആൻഡ് സോ സ്വീറ്റ്. So it's time to say bye to Coimbatore. I hope everyone enjoyed my video. Please like, share and subscribe my channel. Thank you.